നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രാടം നക്ഷത്രത്തെ കുറിച്ചാണ്. ഉത്രാടം നക്ഷത്രക്കാരുടെ 2026 വർഷം മെയ് 16 മുതൽ 31 വരെയുള്ള ഭാരതീയ അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ ഫലങ്ങളെക്കാൾ ഉപരി ഈ സമയത്ത് ഉത്രാടം നക്ഷത്രക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവരുടെ ജീവിതം കൂടുതൽ സുഖകരവും സന്തോഷവും സമാധാനപരവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് കൂടിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് ഉത്രാടം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഏവർക്കും ഒന്ന് ഭവിക്കാവുന്ന ഒരു ഫലമാണ്. ഉത്രാടം നക്ഷത്രത്തിൽപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഈ സമയത്ത് കൂടെ നിൽക്കുന്ന ചില ആളുകൾ നിങ്ങളെ പരാജയപ്പെടുത്തുവാനായിട്ട് അവരുടെ കുതന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പരിക്കുകളില്ലാതെ ചില മത്സരങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. ഈ സമയത്ത് പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഒരുപാട് ആശയങ്ങളുമായിട്ട് മറ്റുള്ളവർ വരുമെങ്കിലും അത് ഇപ്പോൾ പണം മുടക്കുന്നത് അത്ര അഭികാമ്യമല്ല. മെയ് 31 ശേഷം അതിനെക്കുറിച്ച് ചിന്തിച്ച് പണം മുടക്കുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും. അഥവാ നിങ്ങൾ പണം മുടക്കാൻ പോവുകയാണെങ്കിൽ ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് സംരംഭങ്ങളൊക്കെ തുടങ്ങുക. ഇല്ല എങ്കിൽ ചിലപ്പോൾ പരാജയത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പണനഷ്ടമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പണം മുടക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് പറയുവാനുള്ളത്. നിങ്ങളുടെ ആശയങ്ങളൊക്കെ മറ്റുള്ളവരുടെ ആശയങ്ങളുമായിട്ട് യോജിക്കാത്തത് കൊണ്ട് തന്നെ സംയുക്തമായിട്ട് തുടങ്ങാനിരുന്ന സംരംഭങ്ങളിൽ നിന്നൊക്കെ പിന്മാറുന്നതാണ്. അത് വളരെ നല്ല കാര്യമാണ്. നമ്മളുടെ ആശയങ്ങളുമായിട്ട് യോജിക്കുന്നില്ലെങ്കിൽ പണം നഷ്ടപ്പെടാതെ അതിൽ നിന്ന് പിന്മാറുന്നതാണ് വളരെ നല്ലത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ സമയത്ത് പ്രത്യേകമായിട്ടുള്ള പാഠ്യപദ്ധതിക്കൊക്കെ ചേരുവാനായിട്ട് പ്രതീക്ഷിച്ചതിലുപരി ചിലവുകളൊക്കെ വരുന്നുണ്ട്. എല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നിങ്ങൾ പാഠ്യപദ്ധതിക്ക് ചേരുമ്പോൾ ആ ചേരുന്ന സ്ഥാപനത്തിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അത് വ്യക്തമായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം ചേരുക. കാരണം വിദ്യാഭ്യാസ കാര്യത്തിൽ പോലും ചില പറ്റിപ്പുകളിൽ ചെന്ന് പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കലാകായിക രംഗത്തുള്ളവർക്കും സാഹിത്യ രംഗത്തൊക്കെ ഉള്ളവർക്ക് ഭാവനയ്ക്ക് അനുസരിച്ച് ഉയരാന് സാധിക്കുന്നതാണ്. കലാകായിക രംഗത്തുള്ളവർക്ക് കലാപരമായിട്ടാണെങ്കിലും കായിക രംഗത്താണെങ്കിലും നിങ്ങളുടെ മുൻപുള്ള അധ്വാനം കൊണ്ട് നിങ്ങൾക്ക് അതിലെ ഒരു പേരും പ്രശസ്തിയും ഒക്കെ ഈ സമയത്ത് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്രതീക്ഷിതമായിട്ട് ഉദ്യോഗത്തിലൊക്കെ ചെറിയ താളപ്പിഴകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഓഫീസിലൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ശത്രുശല്യമൊക്കെ കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് വിദേശത്ത് ഉദ്യോഗമുള്ള ആളുകളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓരോ നീക്കവും മറ്റുള്ളവര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. വിമർശനങ്ങളെയൊക്കെ അതിജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഉൾപ്രേരണ ഉണ്ടാവുന്നതാണ്. ഈ സമയത്ത് വിദേശത്ത് പോകുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക. ഉദ്യോഗം അന്വേഷിച്ചുള്ള യാത്രകളൊക്കെ വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ താരകാസ്ഥിതി അത്ര മെച്ചമായിട്ടല്ല ഇപ്പോൾ നിൽക്കുന്നത്. അവസരങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ടെങ്കിലും അതിനെല്ലാം കാലതാമസങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെങ്കിലും അതിനെല്ലാം ഒരു താമസം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രലോഭനങ്ങള് പലതും നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. വിദഗ്ധമായിട്ട് അന്വേഷിച്ചറിഞ്ഞ് അതിലേക്ക് ഇടപെടുക എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത്. കാരണം ഇവിടെയെല്ലാം നിങ്ങൾക്ക് കാണുന്ന പണനഷ്ടമാണ് ഈ സമയത്ത് കാണുന്നത്. നിങ്ങളുടെ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് പുതിയ ആശയങ്ങളൊക്കെ അവലംബിക്കാൻ കഴിയുന്നതാണ്. എന്നിരുന്നാലും അതെല്ലാം ഒന്ന് കുറച്ചു നാളത്തേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ മെയ് 31 വരെ മാറ്റിവെക്കുന്നതാണ് നല്ലത്. ബന്ധുക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾക്കൊക്കെ നിങ്ങൾ മധ്യസ്ഥത വഹിക്കേണ്ട ഒരു ഇടയൊക്കെ വരുന്നുണ്ട്. അത് ഒരു ന്യൂട്രൽ മനോഭാവത്തോടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പരിക്കില്ലാതെ മുന്നോട്ട് പോകാം. നിങ്ങളുടെ വ്യവസ്ഥകള് പാലിക്കുവാനായിട്ട് അശ്രാന്ത പരിശ്രമമൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. അശ്രദ്ധ കൊണ്ട് അബദ്ധങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അറിവുള്ള കാര്യങ്ങളാണെങ്കിലും ചിലത് മറന്നു പോകാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വേണ്ട സമയത്ത് ഉചിതമായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. മെയ് 28 ശേഷം കാലം കുറച്ച് അനുകൂലമാകുന്നുണ്ട്. മേലധികാരികൾക്ക് തൃപ്തിയാകുന്ന വിധത്തിൽ പദ്ധതിയൊക്കെ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. കൃഷിയിലൊക്കെ മേന്മയുണ്ടാകുന്നതാണ്. പുതിയ കർമ്മ പദ്ധതികളൊക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നതാണ്. എന്നിരുന്നാലും സാമ്പത്തിക ചുമതലയൊക്കെ നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ സമയത്ത് ഏറ്റെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി കടം വാങ്ങി
അയാൾക്ക് നൽകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങൾ ചോദിച്ചാൽ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ കടം കിട്ടിയേക്കും, അത് വാങ്ങിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അത് നല്ല കാര്യമല്ല. അത് നിങ്ങളുടെ ഒരു ബാധ്യതയായിട്ട് മാറാനുള്ള സാധ്യത വളരെയേറെയാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഈ ഉത്രാടം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര സുഖകരമായിട്ടുള്ള ഒരു ദിവസങ്ങളായിരിക്കില്ല മെയ് 16 മുതൽ 31 വരെയുള്ള ദിവസങ്ങള്. എല്ലാത്തിനും ഒരു അശ്രാന്ത പരിശ്രമം ആവശ്യമാണ്. നിങ്ങൾ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുക, നമ്മളുടെ താരകാസ്ഥിതി കൃത്യമല്ലാത്ത സമയങ്ങളിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അത് ഏത് മതത്തിലാട്ടെ, ഏത് ദൈവത്തിലാട്ടെ, ആ വിശ്വസിക്കുന്ന ദൈവത്തിലും മതത്തിലും വിശ്വസിച്ച് എന്നും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാല് കുറെ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒഴിവാക്കി കിട്ടുകയും ജീവിതം കൂടുതൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. ഇത് ഉത്രാടം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിലെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് വന്ന് നിങ്ങൾക്ക് ഭവിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.